നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 21/3/2025 കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 7-ാം തീയതി ഉത്തരായന കാലം വസന്ത ഋതുവിൽ കൃഷ്ണപക്ഷ സപ്തമി നാളിൽ വെള്ളിയാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും വരുന്ന ദിവസം 6:32 AM ഉദയവും അസ്തമനം 6:32 PM ഗുളിക കാലം 8:02 AM മുതൽ 9:32 AM വരെയും രാഹുകാലം 11:02 AM മുതൽ 12:32 PM വരെയും യമകണ്ഠകാലം 3:32 PM മുതൽ 5:02 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമമാകട്ടെ മേടക്കൂറുകാർക്ക്. അഭിജിത്ത് മുഹൂർത്തം ഒന്ന് നോക്കാം. 12:08 മുതൽ 12:30 വരെയും 12:34 മുതൽ 12:56 വരെയും അഭിജിത്ത് മുഹൂർത്തമാണ്. 12:08 മുതൽ 12:30 വരെയും 12:34 മുതൽ 12:56 വരെയും അഭിജിത്ത് മുഹൂർത്തമാണ്. കലണ്ടറുകളിൽ ഒക്കെ സാധാരണ നമ്മൾ കാണും, വെള്ളിയാഴ്ചയായതുകൊണ്ട് 10:30 മുതൽ 12 വരെയാണ് രാഹുകാലം എന്ന്. ഇത് ഉദയത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതാണ്. 6 മണിക്ക് ഉദയമാണെങ്കിലാണ് അങ്ങനെ സംഭവിക്കുക. ഇത് 6:32 ആയതുകൊണ്ടാണ് 11:02 മുതൽ 12:32 വരെ വന്നത്. ഉദയത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. പൊതുവായി പറയുന്നതാണ് വെള്ളിയാഴ്ച 10:12 രാഹുകാലം എന്നുള്ളത്. അപ്പം ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തം വളരെ ഉത്തമമാണ്. അതുപോലെ വെള്ളിയാഴ്ച ശരിക്കും ശുക്രഹോര 6:32 മുതൽ 7:32 വരെയുള്ള ശുക്രഹോരയിൽ നമുക്ക് പുതിയ ആഭരണങ്ങൾ, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിന് നല്ല സമയമാണ്. അതുപോലെ ഗുളികകാലവും രാഹുകാലവും യമകണ്ഠകാലവും ഒക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് വർജിക്കേണ്ടതാണ്. ഇനി നമുക്ക് വെള്ളിയാഴ്ചയായതുകൊണ്ട് പ്രത്യേകിച്ചും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. രാത്രി 8 മണി മുതൽ 12 മണി വരെയുള്ള സമയം ഓം ക്രീം ക്രീം സ്വാഹ എന്ന ഒറ്റ വരി ഒരു 108 പ്രാവശ്യമൊക്കെ ജപിക്കുമ്പോൾ സാമ്പത്തികത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് പൂർണ്ണമായി മാറിക്കിട്ടും. എന്ത് കാര്യത്തിനാണോ അമ്മയെ ഓം ക്രീം ക്രീം സ്വാഹ എന്ന് പറഞ്ഞ് ജപിക്കുന്നത്, ആ കാര്യം അമ്മ സാധിച്ചു തരുമെന്നുള്ളത് ഒരു വിശ്വാസമാണ്. സപ്തമാതൃക്കളിൽ ഏറ്റവും മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിന് ആ സമയത്ത് വരാഹാവതാര സമയം ഭൂമിക്കടിയിലേക്ക് പോയപ്പോൾ താങ്ങി നിർത്തിയ ആ സമയത്ത് വരാഹി ദേവിയും സഹായിച്ചു. അപ്പം വിഷ്ണു അംശമുള്ളത് കൊണ്ട് തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സാമ്പത്തികത്തിൻ്റെ കെട്ടുകളും മാറുമെന്നുള്ളതാണ് വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒറ്റ വരി ഓം ക്രീം ക്രീം സ്വാഹ എന്ന മന്ത്രം ജപിക്കുന്നത്, അത് ഈ വെള്ളിയാഴ്ച തന്നെ തുടങ്ങുന്നത് ഉത്തരായന കാലമാണ്, വസന്തകാലമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, നെയ്വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത്, അതുപോലെ തന്നെ നാരങ്ങാ വിളക്ക് എല്ലാ ദിവസങ്ങളിലും പാടില്ല. പക്ഷേ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട് ഐശ്വര്യപൂർണമായി തീരുന്നതിന് ഒരു നാരങ്ങ മുറിച്ച് അതിൽ നേരെ നീരെല്ലാം കഴിഞ്ഞ് അത് തൊണ്ടുപുറം തിരിച്ചിട്ട് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നത് വെള്ളിയാഴ്ച നാരങ്ങാ ദീപം. അതും പ്രത്യേകിച്ച് രാഹുകാല സമയത്ത് 10:12 എന്നുള്ളത് ഇവിടെ 11:02 മുതൽ 12:32 വരെയുള്ള സമയത്ത് നാരങ്ങാ ദീപം വീട്ടിൽ തെളിച്ചാലും ക്ഷേത്രങ്ങളിൽ പോയി ക്ഷണിച്ചാലും നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ച ഏറ്റവും ഐശ്വര്യമായിരിക്കും.
ഇത് മൂകാംബിയിലെ അടികൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവർ അത് ചെയ്യുക. അപ്പം വരാഹി ദേവിയെ രാത്രി 8 മണി മുതൽ 12 മണി വരെ പ്രാർത്ഥിക്കുക. അതിനുള്ളിൽ 8-നും 12-നും ഇടയ്ക്കുള്ള സമയം. രാഹുകാല സമയത്ത് 10:11:02 മുതൽ 12:32 വരെയുള്ള സമയത്ത് നാരങ്ങ വിളക്ക്, ഒരു നാരങ്ങ മുറിച്ച് 2 പീസാക്കി 2-ലും നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് അത് തിരിത്തീരുന്നിടം വരെ അത് തന്നെ കെട്ടുപൊക്കോളും. അതിൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ ശുഭമായിരിക്കും. ഇനി നമുക്ക് രാശിചക്രത്തിലേക്കൊന്ന് കിടക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ വൃശ്ചികരാശിയിലും അതുപോലെ തന്നെ മിഥുനത്തിൽ ചൊവ്വയും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി അല്ലെങ്കിൽ രാഹു മീനത്തിലും കേതു കന്നിയിലും ഗുളികോദയം മേടം രാശിയിലുമായിട്ട് രാശിചക്രം പോകുന്നു. ഉദയം മീനത്തിൽ തന്നെ ആണ്. ഇനി നമുക്ക് ഈ 27 നക്ഷത്രക്കാർക്കും ഈ രാശി ചക്രപ്രകാരം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? കനകധാര സ്തോത്രം ജപിക്കുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, ലളിത അഷ്ടോത്തരം പാരായണം ചെയ്യുക. പറ്റുന്നവരൊക്കെ ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി, വൈഭവലക്ഷ്മി പൂജ, വരലക്ഷ്മി പൂജ, അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നതും അതിനായിട്ട് 1008 പ്രാവശ്യമെങ്കിലും ജയ് മഹാലക്ഷ്മി എന്ന് നമ്മൾ ഓരോ സമയത്തും യാന്ത്രികമായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ പോലും അതിൻ്റെ ശുഭഫലം കാണുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് മേടം രാശിക്ക് ഈ വെള്ളിയാഴ്ച 21-ാം തീയതി 21/3/2025 എന്തൊക്കെ ഗുണഫലങ്ങൾ തരുമെന്ന് നമുക്ക് നോക്കാം. മേടം രാശി, സൗഹൃദങ്ങൾ വഴി ധാരാളം അവസരങ്ങൾ വന്നു തരും. അത് കർമ്മരംഗത്താണെങ്കിലും ചില നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നേതാക്കന്മാരുമായിട്ടോ നമ്മുടെ ഒരു സ്വകാര്യ ആവശ്യം നടക്കുന്നതിന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നമ്മൾക്ക് ഒന്ന് സംസാരിക്കണമെങ്കിൽ, ഏറ്റവും ഒരു വിവാഹ കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണമെങ്കിലൊക്കെ സൗഹൃദങ്ങൾ വഴി ഒരുക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കും. വൻകിട സംരംഭങ്ങൾക്കായി പണം ചിലവഴിക്കും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ജോലിയിൽ സ്ഥലം മാറ്റത്തിന് നല്ല സാധ്യതയുണ്ട്. മാതാപിതാക്കൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും. എളുപ്പ വഴിയിലൂടെ കാര്യങ്ങൾ നേടും. ആരോഗ്യപരവും മാനസികവുമായ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങളോ മറ്റുപകരണങ്ങളോ വാങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു. പുതിയ ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ മൂലം ഒരിക്കൽ കൂടി അവസരങ്ങൾ വന്നു ചേരും. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് വരാഹി ദേവിക്കുള്ള പൂജ ഓം ക്രീം ക്രീം സ്വാഹ എന്ന മന്ത്രജപമെങ്കിലും ചെയ്താൽ തീർച്ചയായും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവം രാശി, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അകന്നുപോയ സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടും ഒരു യോജിപ്പിലേക്ക് എത്തും. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. മനോധൈര്യം വർദ്ധിക്കും. ലോൺ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരും. ആരോഗ്യം അല്പം മെച്ചപ്പെടും. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ പൂവണിയും. മാനസിക സംതൃപ്തി വീണ്ടെടുക്കാനാവും. പൊതുവെ പറഞ്ഞാൽ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നെയ്വിളക്കൊക്കെ കത്തിച്ച് അമ്മയെയും വരാഹി ദേവിയെയും രാത്രി 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വരാഹി ദേവിയെ ഓം ക്രീം ക്രീം സ്വാഹ എന്നും
മഹാലക്ഷ്മി അഷ്ടകം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതൻ മഹാലക്ഷ്മി നമസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമസ്തുതേ. മഹാലക്ഷ്മ്യാഷ്ടകസ്തോത്രേ പടേ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ആയുർദേഹി ധനം ദേഹി വിദ്യാദേഹി മഹേശ്വരി സമസ്തമഖിലാണ്ടേശ്വരി ദേഹി മേ പരമേശ്വരി. അജ്ഞാനാദ് വിസ്മൃതേ ഭ്രാന്ത്യാത് അന്യോന്യമധികം ശമം തത്സർവം ക്ഷമ്യതേ ദേവി പ്രസീദ പരമേശ്വരി. ഏകകാലം പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലേയ പഠേ നിത്യം ധനധാന്യസമന്വിതം ത്രികാലേയ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർഭവേ നിത്യം പ്രസന്നവരദാ ശുഭ. ഈ മഹാലക്ഷ്മി അഷ്ടകം ഒന്ന് ജപിക്കുമ്പോൾ സർവ പാപങ്ങളും തീർന്ന് എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സമ്പത്ത് എന്ന് പറയുന്ന എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അമ്മ നൽകുമെന്നുള്ളത് വിശ്വാസമാണ്. 23-ാം തീയതി വരെ മൂകാംബികയിൽ ഉത്സവം വളരെ സന്തോഷമായി നടക്കുന്ന ഈ സമയത്ത് അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്നതിന് എവിടെ ഇരുന്നും ഒരു ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. അമ്മയുടെ അനുഗ്രഹം കിട്ടും. ഓം മഹാലക്ഷ്മിച്ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. അങ്ങനെ അമ്മയുടെ നാമങ്ങൾ, അമ്മയുടെ ഗായത്രിയൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി തരും. അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കൂ. എല്ലാ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും. വിശിഷ്ട സദസ്സുകളിൽ അതിഥികളായി ക്ഷണിച്ചേക്കാം. സന്താനങ്ങളെ കൊണ്ട് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച വരും. സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമായി വരും. കായിക രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ സമ്മർദ്ദമൊക്കെ കുറഞ്ഞ് മാനസിക സന്തോഷത്തോടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. ഓം ശ്രീ നമ എന്ന അമ്മയുടെ മൂലമന്ത്രം ജപിക്കുക. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ദിവസം കൂടുതൽ ശോഭനമായി തീരും. വെളുപ്പോ റോസ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. കർക്കിടകം രാശി. തൊഴിൽ രംഗത്ത് ശ്രേയസ് വന്നു ചേരും. മാനസികമായ എല്ലാ തര ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാൻ, ഇപ്പം ചിത്രരചന, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. പ്രതീക്ഷിച്ച രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും. ആരോഗ്യം അല്പം മെച്ചപ്പെടും. ഭാവിയെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ആശങ്കകളും എല്ലാം മാറിക്കിട്ടും. നേരങ്ങാ വിളക്ക്, രാഹുകാല സമയത്ത് നാരങ്ങാ വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എല്ലാവിധ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും.
ഇനി 11:02 മുതൽ 12:32 വരെയുള്ള സമയം കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് കത്തിച്ചാലും ശുഭഫലങ്ങൾ നൽകുന്നത് ആണ്. ഇനി നമുക്ക് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത്, മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തിനായി അമ്മയുടെ മൂലമന്ത്രം ജപിക്കാം. ഓം ഐം ഗൗരീം ഐം ഗൗരീം ഐം പരമേശ്വരീം ഐം സ്വാഹ എന്ന മൂലമന്ത്രം ജപിക്കാം. അമ്മയുടെ ഗാത്രേട്ട് ഓം മൂകാംബികായ കാത്യായനീ ച വിദ്മഹേ ദാക്ഷായണീ ച ധീമഹി തന്നോ അംബിക പ്രചോദയാത്. ഈ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ചിങ്ങക്കൂറ് തൊഴിൽ രംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. മാനസികമായ ബുദ്ധിമുട്ടുകൾ അല്പം വർദ്ധിക്കുന്നതിന് സാധ്യത കാണുന്നു. വിവാഹം ഉറപ്പിക്കും. സർക്കാരിൽ നൽകിയ അപേക്ഷകൾക്ക് അനുകൂലമായ പ്രതികരണം പ്രതീക്ഷിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം വൈകിയാണെങ്കിലും ഭംഗിയായി പരിഹരിക്കപ്പെടും. വിദേശത്തു നിന്ന് അല്പം സാമ്പത്തിക സഹായം ലഭിക്കാം. കച്ചവട മേഖലകളിൽ ശോഭിക്കും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മൂകാംബിക ദേവിയെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുമെന്നുള്ള വിശ്വാസത്താൽ നാമജപവും പ്രാർത്ഥനയും നാരങ്ങാദീപം തെളിക്കലും നെയ്വിളക്ക് തെളിക്കലും ഒക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ കൂടുതൽ ശോഭനമായി തീരും. സാമ്പത്തിക പുരോഗതി മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ പൂർണ്ണമായി മാറുന്നതിനുള്ള യോഗവും വന്നു ചേരും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെയും വരാഹി ദേവിയൊക്കെ അവരവരുടെ ഇഷ്ടദേവതയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. കന്നിക്കൂറ് വീട്ടുകാരുമായി ഒരു ഉല്ലാസ യാത്രയ്ക്കുള്ള യോഗം കാണുന്നു. സ്വയം മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തും. പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തർക്കങ്ങൾ വരുമ്പോൾ അതിൽ വിജയിക്കും. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയും. ഏറെക്കാലമായി നിരന്തരമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. രക്ഷിതാക്കളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. പൊതുവെ മൂകാംബിക ദേവിയുടെ എല്ലാവിധ അനുഗ്രഹവും നിലനിർത്തി കിട്ടുന്നതിന് ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുക, മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, ഗണപതി ഭഗവാനെ ഏത്തമിടുക. കാര്യങ്ങൾ കൂടുതൽ മംഗളമായി തീരട്ടെ. തുലാരാശി വീട് പണി ഇടയ്ക്ക് വെച്ച് ഒന്ന് നിന്നു പോകും, പക്ഷെ വീണ്ടും പുനരാരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. പാരമ്പര്യ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും. ഇഷ്ടവിഷയങ്ങളിൽ പഠനത്തിനുള്ള സാധ്യത കാണുന്നു. പ്രവർത്തന മേഖലയിൽ നല്ല അവസരങ്ങൾ വന്നു ചേരും. പ്രസാദാത്മകമായ വ്യക്തിത്വം എപ്പോഴും ഒരു പ്രസന്ന ഭാവം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ തിരുത്തി മുന്നേറുന്നതിനുള്ള സാധ്യത ഉണ്ടാകും. രാശിനാഥയായ മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി എന്ന് ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. അമ്മയുടെ മൂലമന്ത്ര ഓം ശ്രീ നമ ജപിക്കുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വെളുപ്പോ റോസ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, നാരങ്ങ ദീപം തെളിക്കുന്നത്, നെയ്വിളക്ക് തെളിക്കുന്നത്, വരാഹി ഓം ക്രീം ക്രീം സ്വാഹ എന്ന് 108 പ്രാവശ്യം രാത്രി 8 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന എല്ലാവിധ കഷ്ടങ്ങളും മാറി ഐശ്വര്യം നിറയും. വൃശ്ചിക രാശി പഠനത്തിലല്ല, അതുപോലെ ഏത് കാര്യങ്ങൾക്കും ഒരു തടസ്സമൊക്കെ വന്നിരുന്നത് അല്പം മാറിക്കിട്ടുന്ന സമയമാണ്. എല്ലാം ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുവാനും വീണ്ടും ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ജീവിത രീതിയിൽ നല്ല മാറ്റങ്ങൾ വരും. പുതിയ ആത്മബന്ധങ്ങൾ ഗുണം ചെയ്യും. ആരോഗ്യനില അല്പം മെച്ചപ്പെടും. മനസ്സിൻ്റെ സംഘർഷം കുറയും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കും.
മനോബലവും സാഹസികതയും കൊണ്ട് പുതിയ കാര്യങ്ങളിൽ വിജയിക്കും. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ വർദ്ധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും. പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കഴിയുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കും. വൃശ്ചിക രാശിയുടെ രാശിനാഥനായ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുകയും മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഫലവത്താവും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ വ്യാഴം നിൽക്കുന്ന രാശി, മാർഗസ്ഥാനത്ത് നിൽക്കുന്ന രാശി ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് കൊണ്ടും എല്ലാവിധ കണ്ടകശനിയാണെങ്കിൽ പോലും കഷ്ടതകളെല്ലാം മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും വൃശ്ചിക രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. കുടുംബപര ദേവതയ്ക്ക് ഈ മനസ്സിൽ ഒരു ദീപം തെളിച്ച് അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭചിന്തകളും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പരിശ്രമിക്കും. പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കാം. അത് വിശേഷപ്പെട്ട എന്തെങ്കിലും വസ്തുതകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതവും കാണുന്നു. ഒരിക്കലും നമ്മൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും. പുതിയ കാര്യങ്ങൾ പലതും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കണം. രാശിനാഥൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒന്നുപോലെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. സാമ്പത്തിക പ്രശ്നങ്ങളും ദൈവാധീനക്കുറവൊക്കെ മാറുന്നതിന് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ശുഭമായി വരും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അവരുടെ ആഗ്രഹപ്രാപ്തിക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കൂ. തിരുപ്പതിയിലേക്കൊക്കെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മ വെച്ച് ഒന്ന് എഴുതി വെച്ച് സമയം പോലെ ചെയ്യാമെന്ന് പറയുന്നത് നന്നായിരിക്കും. മകരം രാശി കലാകായിക രംഗത്തുള്ളവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. പുതിയ സുഹൃത്ബന്ധം വിപുലീകരിക്കും. പുതിയ സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സന്ദർഭം വന്നു ചേരും. കർമ്മ മേഖലയിൽ കൂടുതൽ സമയം ചിലവഴിക്കും. അതിനായി പണം കണ്ടെത്തും, അല്ലെങ്കിൽ പണത്തിൻ്റെ സഹായം ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി നടത്തിയെടുക്കുവാൻ ശ്രമിക്കും. അതിനുള്ള സാഹചര്യം വന്നു ചേരും. പിന്നെ കൂടുതൽ അധ്വാനം അല്പം കൂടിയാലും മലസതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തനം കൂടുതൽ ഭംഗിയാക്കുന്നതിന് ശ്രമിക്കും. രാശിനാഥനായ ശനീശ്വരനെ, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെയും വരാഹി ദേവിയെയും മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കൂ. എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. കുംഭം രാശി വീട് മൂടി പിടിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി യാത്രകൾ വേണ്ടിവരും. പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചിലവഴിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി അല്പം പണം ശേഖരിച്ച് വയ്ക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ചികിത്സകൾ ഫലപ്രദമാവും. വ്യാപാരത്തിൽ പണം മുടക്കുന്നതോടുകൂടി ബിസിനസ് അല്പം മെച്ചപ്പെടും. ഭാവി കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷകൾ ഉണ്ടാവും. വെള്ളയോ ചുവപ്പോ വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോഴും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴും ഗുണഫലങ്ങൾ ഇരട്ടിയാവും. മീനം രാശി തർക്കങ്ങളും കേസുകളുമൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സൽപ്പേര് സമ്പാദിക്കും.
തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. ഭൂമി വാങ്ങാനും വിൽക്കാനും പറ്റിയ അവസരമാണ്. ഗൗരവമുള്ള വിഷയങ്ങൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കും. വ്യക്തിബന്ധങ്ങളിലൂടെ ഗുണം ഉണ്ടാവും. കേസുകളിൽ അനുകൂല വിധി ഉണ്ടാവും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ടാവും. രാശിനാഥനായ മഹാവിഷ്ണുവിനെയും രാശിയിൽ തന്നെ നിൽക്കുന്ന മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ സൂര്യഭഗവാനെയും സർപ്പദേവതകളെയും ഒക്കെ പ്രാർത്ഥിച്ച് മൂകാംബിക ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെ എല്ലാം ശുഭമായി തീരും. ചുവപ്പോ വെള്ളയോ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. 27 നക്ഷത്രക്കാർക്കും മൂകാംബിക ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവസം മൂകാംബികയിൽ ഉത്സവം നടക്കുന്ന ഈ ദിവസം വെള്ളിയാഴ്ച സർവ്വ ഐശ്വര്യങ്ങളും 27 നക്ഷത്രക്കാർക്കും 12 രാശിക്കാർക്കും ഉണ്ടാവട്ടെ. ദിവസം കൂടുതൽ കൂടുതൽ ശോഭനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു.